അപ്പോൾ പിതൃദോഷം ഉണ്ടെങ്കിൽ അതിന് ചെറിയ പരിഹാരങ്ങൾ മതി. പക്ഷേ അതൊരു ബാധാദോഷമായിട്ടൊക്കെ പലർക്കും പല ഉപദ്രവങ്ങളും ഉണ്ടാകാം. നമുക്കൊരു തലവേദന ഉണ്ടായാൽ ചിലപ്പോൾ ഒരു ബാം പുരട്ടിയാൽ അത് മാറും, അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ മാറും. പക്ഷേ ആദ്യമേ തന്നെ അതൊന്ന് സ്കാൻ ചെയ്ത് ഒരു ഓപ്പറേഷനിലേക്ക് പോകണം എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്. പിതൃദോഷം പൊതുവെ പലർക്കും ഒത്തിരി സംശയങ്ങളുള്ളൊരു വിഷയമാണിത്. ഇപ്പം ജ്യോതിഷിയായ ഹരിലാൽ സർ, നമസ്കാരം. നമസ്കാരം. പിതൃദോഷം അതെന്താണ്? അപ്പം അതിനെ എങ്ങനെയാണ് നമുക്കൊന്ന് കൈകാര്യം ചെയ്യാൻ സാധിക്കുക? പിതൃദോഷം ഇന്ന് പലർക്കും സംശയമുള്ളൊരു വിഷയമാണ്. കാരണം ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ സ്വാഭാവികമായിട്ട് ആ മരണത്തിൻ്റെ ചടങ്ങുകൾ കഴിയുമ്പോൾ മിക്ക ആൾക്കാരും ഒരു ജ്യോതിഷിയെ സമീപിച്ചിട്ട് ഈ മരണത്തിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നൊരവസ്ഥയുണ്ട്. എൻ്റെ അടുത്തും ധാരാളം പേര് സമീപിക്കാറുണ്ട്. അപ്പോൾ മരണത്തിന് ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു വലിയ ദോഷം തന്നെയാണ്. പക്ഷേ ഒരു 90% മരണങ്ങൾക്കും ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം നമ്മുടെ ഒരു ജന്മ ഉദ്ദേശമെന്ന് പറയുന്നത് നമ്മുടെ ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാതാക്കുക, നമ്മുടെ അടുത്ത തലമുറയെ പ്രാപ്തരാക്കി അവരെ വളർത്തി വലുതാക്കുക. അത് നമ്മുടെ കർമ്മങ്ങൾ പൂർത്തീകരിച്ചിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടുള്ള മൃത്യു സംഭവിച്ചാൽ നമ്മൾ മോക്ഷത്തിലേക്ക് പോവുകയാണ്. അവിടെ പിന്നീട് ആ ഒരു ആത്മാവിന് വീണ്ടും ഒരു ജനനമില്ല, ഒരു ഈശ്വര തുല്യനായിട്ട് മാറി അവിടെ യാതൊരുവിധ പിതൃദോഷങ്ങളും ഉണ്ടാകുന്നില്ല. അതാണ് സത്യമായ കാര്യം. പക്ഷെങ്കിൽ ചിലപ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ കൊണ്ട്, അത് മൃത്യുദോഷം, പിണ്ടനൂൽ ദോഷം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ചെറിയ ദോഷങ്ങൾ ഉണ്ടാകാം. അത് ഓരോ നക്ഷത്രത്തിനും ചില പ്രത്യേക ദിവസങ്ങളും തിഥികളും ഒത്തുവന്നാൽ സംഭവിക്കാവുന്ന ചെറിയ ചെറിയ ദോഷങ്ങളാണ്. ഇപ്പം മൃത്യുദോഷം ഉണ്ടായാൽ വേണമെങ്കിൽ വേറൊരു മരണം സംഭവിക്കാം, അല്ലെങ്കിൽ ആ ഗൃഹത്തിൽ ഒരു സുഹൃതക്ഷയം അനുഭവപ്പെടാം. ഇങ്ങനെ ചെറിയ ചെറിയ ദോഷങ്ങൾ. എന്നാൽ പലരും ഇതിനെ വലിയ ദോഷങ്ങളായിട്ട് ചിത്രീകരിച്ചിട്ട് വലിയ പരിഹാരങ്ങൾ പറയും, 10,000-കണക്കിന് രൂപ ചിലവുള്ള വഴിപാടുകളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എനിക്കിത് അനുഭവത്തിൽ ഉള്ളൊരു കാര്യമാണ്. കാരണം യാതൊരുവിധ ദോഷങ്ങളും ഇല്ലെങ്കിൽ കൂടിയിട്ടും ദോഷങ്ങളുണ്ടെന്ന് വ്യാഖ്യാനം ചെയ്യുന്നവരുണ്ട്, അത് ചെയ്യാത്തവരുമുണ്ട്. പക്ഷേ നമ്മൾ ഒരു ആയുസ്സെത്തിയുള്ള ഒരു മരണത്തെ ഒരു രീതിയിലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് മോക്ഷത്തിലേക്ക് പോയൊരു കാര്യമാണ്. എന്നാൽ ഒരു ദുർമരണം സംഭവിക്കുന്നു. ദുർമരണം എന്ന് പറഞ്ഞാൽ ഒരു അപകട മരണം മാത്രമാകണമെന്നില്ല. ആത്മഹത്യ, അല്ലെങ്കിൽ കഠിനമായ രോഗം ബാധിച്ച് ആയുസ്സെത്താതെ മരിക്കുക. ആയുസ്സെത്താതെ മരിക്കുക എന്നുള്ളതാണ് ദുർമരണം എന്ന് പറയുന്നത്. അപ്പം ആയുസ്സെത്താതെ മരിക്കുക എന്ന് പറഞ്ഞാൽ ആ ആത്മാവിൻ്റെ പൂർത്തീകരിക്കുവാൻ ഒരുപാട് കാര്യങ്ങൾ ബാലൻസ് കിടപ്പുണ്ട്. അപ്പോൾ അത് ശരിക്കും ആത്മാവിന് ശാന്തി കിട്ടാതെ അലയുകയാണ്. അവർക്ക് വീണ്ടും ഒരു ജന്മം കൂടി എടുത്ത് ആ കർമ്മങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അവിടെ ആ ആത്മാവിന് ശാന്തി കൊടുത്തില്ലെങ്കിൽ പിതൃദോഷമുണ്ടാകാം. അപ്പോൾ പിതൃദോഷം എന്ന് പറയുന്നത് നമ്മുടെ ഒരു നേരെയുള്ള പിതൃ എന്നല്ല, നമ്മുടെ ഒരു 6-7 തലമുറകളിൽ പെട്ട പിതൃദോഷങ്ങൾ ഉണ്ടാകാം. കാരണം പലർക്കും നമ്മൾ നോക്കുന്ന സമയത്ത് പിതൃദോഷം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ കർമ്മങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് ചെയ്തതാണ്, എല്ലാം ഭയങ്കര. പക്ഷേ എന്നിട്ടും വരാൻ അപ്പം അതിന് മുമ്പുള്ള തലമുറയിൽപ്പെട്ടതായിരിക്കാം. അപ്പോൾ പിതൃദോഷം സംഭവിക്കാം എന്നുള്ളതല്ലാണ്ട് എല്ലാ മരണങ്ങളും പിതൃദോഷം ഉണ്ടാവുകയില്ല. നമ്മുടെ ആയുസ് പൂർണ്ണമാക്കി മരിക്കുന്നത് ഒരിക്കലും പിതൃദോഷം സംഭവിക്കുകയില്ല. അത് ശാന്തി. അവർ നമ്മൾ അതിൻ്റെ ചടങ്ങുകൾ, അവരെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന ബലികർമാദികൾ, അവരുടെ ആ പുല ഒക്കെ അവസാനിക്കുന്നവരെ ബലികർമാദികളൊക്കെ ചെയ്ത് ആ അസ്ഥിയൊക്കെ നിമഞ്ജനം ചെയ്ത് പൂർത്തീകരിച്ചാൽ അത് അവിടെ അവസാനിച്ചു. നമ്മൾ വർഷാവർഷം പിതൃബലി ചെയ്യുന്നത് പിതൃക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നമ്മുടെ ഒരു സങ്കല്പം അനുസരിച്ച് നമ്മുടെ ഒരു വർഷം പിതൃക്കളുടെ ഒരു ദിവസമാണ്. അപ്പോൾ നമ്മൾ വർഷത്തിൽ ഒരിക്കൽ പിതൃക്കൾക്ക് ആ പിതൃപൂജ ചെയ്യുമ്പോൾ പിതൃക്കൾക്ക് എല്ലാ ദിവസവും നമ്മൾ അന്നം കൊടുക്കുന്നു, അവർക്ക് ബലി ചെയ്യുന്നു, അവരെ തൃപ്തിപ്പെടുത്തുന്നുള്ള സങ്കല്പമാണ്. അത് ഒരു ആൾക്ക് വേണ്ടിയുള്ളതല്ല, പിതൃക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരാത്മാവിന്, നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചാൽ അവരുടെ ആത്മാവിന് ശാന്തി കൊടുക്കാനായിട്ട് അവരുടെ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് ആ പുലകളൊക്കെ അവസാനിക്കുമ്പോൾ അവരുടെ അസ്ഥി കൊണ്ട് നിമഞ്ജനം ചെയ്താൽ അത് അവസാനിച്ചു. പിന്നീട് നമ്മൾ വർഷാവർഷം ചെയ്യുന്നത് എല്ലാ പിതൃക്കൾക്കും വേണ്ടിയുള്ളതാണ്. അപ്പം ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത്
എന്തെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിക്കുമ്പോൾ അല്ല ഒരു കഷ്ടകാലം വരുമ്പോൾ നമ്മളൊരു ജ്യോത്സ്യനെ സമീപിക്കുമ്പോഴത്തേക്ക് പിതൃദോഷമുണ്ട് അല്ലെങ്കിൽ ആ ആത്മാവിനെ ഇരുത്തണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പൈസയും അതിന് ചിലവാകും പൂജകൾക്കൊക്കെ. അപ്പോൾ പിന്നീട് വേറെ ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇവർ തന്നെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി വേറൊരാളെ കാണുമ്പോൾ ആ ആത്മാവ് പോയിട്ടില്ല, നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഓൾറെഡി അവർ ഒരുപാട് പൈസ ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുണ്ട്. അപ്പം അതെന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ? അത് ഇത് പറഞ്ഞത് 100% സത്യമായ കാര്യമാണ്. അതായത് ഇങ്ങനെ ധാരാളം സംഭവിക്കുന്നുണ്ട്. ഒരു മരണം നടന്നു, എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ദോഷങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ അത് വിധിപ്രകാരം നോക്കുമ്പോൾ പിതൃദോഷമുള്ളതായിട്ട് കാണാം. അപ്പോൾ പിതൃദോഷമുണ്ടെങ്കിൽ അതിന് ചെറിയ പരിഹാരങ്ങൾ മതി. പക്ഷേ അതൊരു ബാധാദോഷമായിട്ടൊക്കെ പലർക്കും പല ഉപദ്രവങ്ങളും ഉണ്ടാകാം. ഈ പിതൃക്കളെന്ന് പറയുന്നത് അങ്ങനെ അലഞ്ഞു തിരിയുന്ന ആത്മാക്കൾ നമ്മുടെ സങ്കല്പത്തിലുള്ളത്. അവർ നമ്മളെ ദ്രോഹിക്കുകയല്ല, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളിനെ സമീപിച്ച് നിൽക്കുക എന്നുള്ള വിശ്വാസമാണ്. പക്ഷെ അത് ജീവിച്ചിരിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. ഈ ഒരു ഇത്തരം അപ്പോൾ അതിനെ തീർച്ചയായിട്ടും ഒഴിവാക്കുക തന്നെ വേണം. പക്ഷേ ഈ ഒഴിവാക്കുക എന്ന പേരിൽ ചിലർ വളരെയധികം ഈ പറഞ്ഞ പോലെ പണം ചിലവാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, നമുക്കൊരു തലവേദന ഉണ്ടായാൽ ചിലപ്പോൾ ഒരു ബാം പുരട്ടിയാൽ അത് മാറും, അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ മാറും. പക്ഷെ ആദ്യമേ തന്നെ അതൊന്ന് സ്കാൻ ചെയ്ത് ഒരു ഓപ്പറേഷനിലേക്ക് പോകണം എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്. ഒരു പിതൃദോഷമുണ്ടെങ്കിൽ ആ പിതൃദോഷത്തെ ചിലപ്പോൾ വളരെ നിസ്സാരമായിട്ടൊരു പിതൃപൂജ നടത്തി മാറ്റാൻ സാധിക്കും. അല്ലെങ്കിൽ ആ പിതൃക്കളെ നമ്മുടെ വീട്ടിൽ തന്നെയോ, അല്ലെങ്കിൽ ഇത് പിതൃക്കളെ ഇരുന്ന പല സ്ഥലങ്ങളുണ്ട്, ഇവിടെ പെരുമ്പാവൂർ ചേലാമറ്റം പോലുള്ള സ്ഥലങ്ങൾ, അതിനെ ഒരു ആൾ രൂപത്തിലേക്ക് ആവാഹിച്ചിട്ട് അവിടെ കൊടുത്ത് പൂജകൾ ചെയ്യുക. ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. തിരുനെല്ലി, തിരുവല്ലം, തിരുനാവായ, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചെയ്യാം. അതിനു പകരമായിട്ട് വലിയ പൂജകൾ ചെയ്യിച്ചിട്ട് പൈസ കണ്ടമാനം ധനമോഹം കൊണ്ട് ചെയ്യുന്ന കാര്യം, അപ്പോൾ അതിന് ഒരുപക്ഷെ ഫലമുണ്ടായി എന്ന് വരില്ല. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇത്തരം കാര്യങ്ങൾക്ക് വളരെ കടുത്ത ബാധാദോഷമൊക്കെ ആണെങ്കിൽ അതിന് സുദർശന ഹോമം നടത്തണം. സുദർശന ഹോമം വളരെ ചെലവേറിയ വഴിപാടാണ്. അത് വൃത്തിയായിട്ട് നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. കാരണം സുദർശന ഹോമത്തിൽ 6 പൂജകളുണ്ട്. ഈ 6ാമത്തെ പൂജ സുദർശന ഹോമത്തിൽ ആവാഹിച്ചിട്ട് ഈ ആത്മാവിനെ കിട്ടുന്നില്ലെങ്കിൽ അതവിടെ നിർത്തി വെച്ചിട്ട് വീണ്ടും ജപം നടത്തി ആവാഹിക്കണം. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല. കിട്ടുന്നത് വരെ ആവാഹിക്കുന്നതായിട്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ടൊന്നും ആ ആവാഹനം പൂർണ്ണമാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ സംഭവിക്കാം. ഇങ്ങനെയൊക്കെ വളരെയധികം പണം ചിലവാക്കിയിട്ടും ആ ദോഷങ്ങൾ മാറാതെ വരുമ്പോൾ വീണ്ടും നോക്കുമ്പം ഈ ദോഷം നിൽക്കുന്നതായിട്ട് കാണാം. അത് ഒന്നുകിൽ ചെയ്ത കർമ്മത്തിലെ പിഴ കൊണ്ട്, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ആ കർമ്മം ചെയ്യാത്തത് കൊണ്ട്. അപ്പോൾ പിന്നെയും അത് ചെയ്യേണ്ടി വരുന്നു അല്ലേ? അങ്ങനെ ചെയ്യാൻ ആരെങ്കിലും തയ്യാറാകുമോ? ഈ പറഞ്ഞ ഒരു സുദർശന ഹോമം നടന്നെങ്കിൽ ശരിക്കും പൂർണ്ണ ഒരു 50,000 രൂപയൊക്കെ ചിലവ് വരും. കാരണം സുദർശന ഹോമം മാത്രമല്ല, അടുത്ത ദിവസം ഈ ആവാഹിച്ചതിനെ എല്ലാം യഥാസ്ഥാനത്ത് കൊണ്ട് സ്ഥാപിക്കുകയൊക്കെ വേണം. നല്ല ചിലവുള്ളൊരു പൂജയാണ്. സുദർശന ഹോമം കഴിയുന്നത്രയും നടത്താതിരിക്കുന്നതെന്നല്ല എൻ്റെ അഭിപ്രായം. സുദർശന ഹോമം മോശമായിട്ടല്ല, അത് അതീവ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിൽ തിരിച്ചടികളും ഉണ്ടാകാം. അപ്പോൾ അതിന് ഈ ചെയ്യുന്ന പൂജാരിക്കൊരു ഭരദേവതാ പൂജയുണ്ട് ഇതിനകത്ത്. അത് 6 പൂജ എന്ന് പറയുന്നത് അവർക്ക് ദോഷമുണ്ടാകാതിരിക്കാൻ. പക്ഷേ ഇതിൻ്റെ ദോഷം ഇവർക്ക് ഒഴിഞ്ഞു പോകാതെയും ഇരിക്കാം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് എന്താണ് രോഗമെന്നറിഞ്ഞിട്ട് അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കുക. അതുകൊണ്ട് ഫലമില്ലെങ്കിൽ അടുത്തതിലേക്ക് കടന്നാൽ മതി. ആദ്യമേ തന്നെ ഒരു ബാധാദോഷം കണ്ടാൽ ചിലപ്പോൾ ഒരു വിഷ്ണു പൂജ നടത്തി അതിലേക്കൊരു ആത്മാവിനെ ആവാഹിച്ച് വളരെ നിസ്സാരമായ പൈസയ്ക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. അല്ലെങ്കിൽ എല്ലാ വർഷവും നമ്മൾ ആ പിതൃബലി നടത്തുക, ഇതുകൊണ്ടൊക്കെ സാധിക്കും. അപ്പം ഇങ്ങനെ ഒരു പരാതി വരുന്നത് ഇപ്പം ഇതിനെപ്പറ്റി മാത്രമല്ല പരാതി, പല പൂജകളെ പറ്റിയും പരാതികളുണ്ട്. കാരണം അതിനെന്താ പറയേണ്ടത്, ധനമോഹം നിമിത്തം അനാവശ്യമായിട്ടുള്ള പൂജകൾ അടിച്ചേൽപ്പിച്ച് അത് വൃത്തിയായിട്ട് ചെയ്യാത്തത് കൊണ്ടൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പൂജകൾ ചിലതെങ്കിലും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ്. സാറിൻ്റെ അഭിപ്രായത്തിൽ പിതൃദോഷത്തിന് ഏറ്റവും നല്ലൊരു പൂജ, അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് സുദർശന പൂജ തന്നെയാണ്.
സുദർശന പൂജ പിതൃദോഷത്തിന് വേണ്ടിയുള്ളതല്ല, ബാധാദോഷങ്ങളെ മുഴുവനായി തകറ്റേണ്ട. അത് പിതൃദോഷമുണ്ട്, ബാധാദോഷമുണ്ട്, പ്രേതദോഷമുണ്ട്, സർപ്പദോഷമുണ്ട്, ഇങ്ങനെ നിരവധി ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സുദർശന ഹോമം ആവശ്യമായിട്ട് വരും. കാരണം എല്ലാ ദോഷങ്ങളെയും ആവാഹിക്കുവാൻ അതേപോലെ പറ്റിയ വേറൊന്നില്ല. അതേസമയം നമുക്ക് വളരെ ചെറിയൊരു ദോഷം മാത്രമേ ഉള്ളെങ്കിൽ അതിനൊരു ആവാഹനം പോലും ചിലപ്പോൾ ആവശ്യമായിട്ട് വരത്തില്ല. അത് നമ്മളൊരു കബഡി പ്രശ്നം നോക്കുന്ന സമയത്ത് അങ്ങനൊരു ഇത് കണ്ടെത്തിയാൽ നമ്മളൊരു ചെറിയ പരിഹാരം നിശ്ചയിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി നോക്കുക, ഈ പൂജ ചെയ്തതിന് പരിഹാരമാകുമോ? ചിലപ്പോൾ അത് മതിയാകും. ഒരു ചെറിയ വിഷ്ണു പൂജ നടത്തുമ്പോൾ ഒരു ഗണപതി ഹോമം നടത്തി ഒരു വിഷ്ണു പൂജ നടത്തി അതിൻ്റെ ബലികർമാദികളെല്ലാം പൂർത്തിയാക്കിയാൽ അത് മതിയാകും. അനാവശ്യമായിട്ട് വലിയ പൂജകൾ ആവശ്യമായിട്ട് വരത്തില്ല. അഥവാ നമുക്കൊരു ചെറിയ പൂജ നടത്തി നമുക്കതുകൊണ്ട് ഗുണം കിട്ടിയാൽ പിന്നീട് വരുന്നതിൻ്റെ ആവശ്യമില്ലല്ലോ. ഗുണം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത ഘട്ടം ചിന്തിച്ചാൽ പോരെ. ഇതാദ്യമേ തന്നെ വലിയ രീതിയിൽ അതുകൊണ്ടാണ് ആൾക്കാർക്ക് ശരിക്കും ഈ ജ്യോതിഷം വെറുതെയാണെന്നൊക്കെ ചിലരെങ്കിലും പറയാൻ കാരണം അതാണ്. അതെ അതെ, കാരണം അനാവശ്യമായിട്ട് വലിയ പൂജകൾ, അതിപ്പോൾ പൂജകൾ മാത്രമല്ല മറ്റ് പല രീതിയിലും ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ വേറൊരു കാര്യം പറയാം, നമ്മുടെ ഡോക്ടർമാരുടെ എത്രയോ വ്യാജന്മാരുണ്ട്. അതുകൊണ്ട് ഇത് നമ്മുടെ അലോപ്പതി മുഴുവൻ തട്ടിപ്പാണെന്ന് പറയാൻ പറ്റുമോ? കുറച്ച് വ്യാജന്മാർ എവിടെയുണ്ട്. അവർ തെറ്റായ മരുന്നുകൾ കൊടുക്കാറുണ്ട്, രോഗികൾ മരിക്കാറുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ അതുകൊണ്ട് അലോപ്പതി മുഴുവൻ തട്ടിപ്പാണെന്ന് പറയാനൊക്കില്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ ജ്യോതിഷത്തിലും തട്ടിപ്പുകാരുണ്ട്. അവരതിനെ ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് എല്ലാവർക്കും ഒരു പേരുദോഷം സംഭവിക്കുന്നു. അതും ജ്യോതിഷത്തിലല്ല, ഈ പൂജാകാര്യങ്ങളിലും ഉണ്ടത്. അപ്പം അതുകൊണ്ടാണ് ഈ പ്രധാനമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത്. പിതൃദോഷം ഉണ്ടാകാം, തീർച്ചയായും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരു ദുർമരണം നടന്നൊരാത്മാവാണെങ്കിൽ പിതൃദോഷം ഉണ്ടാകാം. ആ പിതൃദോഷം ഉണ്ടെങ്കിൽ 40 ദിവസം കഴിയുമ്പോൾ ഒരു നാരായണ പൂജ നടത്തി ആ ആത്മാവിനെ ഒരു ആൾരൂപത്തിലാക്കി ഞാൻ മുമ്പ് പറഞ്ഞ ഈ ചേലാമറ്റം അല്ലെങ്കിൽ തിരുനെല്ലി, തിരുവല്ലം മുതലായ സ്ഥലങ്ങളിൽ അത് ഇരുത്തിക്കഴിഞ്ഞാൽ ആ ദോഷം മാറിക്കോളും, ആത്മാവിന് മോക്ഷം കിട്ടും. അങ്ങനെ ചെയ്യാത്തത് പലരും ഇതിങ്ങനെ ചെയ്യാത്തത് കൊണ്ട് അത് ഒരു അലഞ്ഞു തിരിയുന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ദോഷമായിട്ട് കാണുന്നത്. എങ്കിൽ പോലും ആ ഒരു ദോഷം മാത്രമേ ഉള്ളൂവെങ്കിൽ ഒരു സുദർശന ഹോമത്തിനൊന്നും ആവശ്യം വരുന്നില്ല. അവിടെ സുദർശന ഹോമം അനാവശ്യമായിട്ട് നടത്തുമ്പോഴാണ് ഈ പണച്ചെലവ് ഉണ്ടാകുന്നതും പ്രയോജനം കിട്ടാതെ വരുന്നതും. അപ്പോൾ എല്ലാവർക്കും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കട്ടെ. നമസ്കാരം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.